ആലിഹി വസഹ്ബിഹി വസല്ലം. ഇർഷാദുൽ ഇബാദ് സബക്ക് 75. നിസ്കാരത്തിന് മുന്നോടിയായിട്ടുള്ള സുന്നത്തുകളെ കൂട്ടത്തിൽ ഒന്നുകൂടി പറയുകയാണ്. നിസ്കരിക്കുന്നതിന് മുമ്പായിട്ട് ഒരു 10 സുബ്ഹാനല്ലാഹ്, ഒരു 10 അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ്, ഇതൊരു 10 വട്ടം ചൊല്ലുന്നത് സുന്നത്താണ്. അതാണ് ഇതിന് ശേഷം പറയുന്നത്. നിസ്കാരത്തിലേക്ക് നിൽക്കാൻ ഉദ്ദേശിച്ചാൽ നിസ്കരിക്കാൻ പോകുന്ന സമയത്ത് തീരെ ബോധമില്ലാതെ പെട്ടെന്ന് കൈകെട്ടുകയല്ല. അതിനു മുമ്പ് തസ്ബീഹ്, ഹംദ്, തക്ബീർ, തഹ്ലീൽ, ഇസ്തിഗ്ഫാർ ഒക്കെ ചൊല്ലുന്നത് സുന്നത്തുണ്ടെന്ന് അറിയിക്കുന്ന ഹദീസ് ഉണ്ട്. ആ അടിസ്ഥാനത്തിൽ അത് ചൊല്ലുന്നത് സുന്നത്താണെന്നാണ് ബഹുമാനപ്പെട്ടവർ പറയുന്നത്. വ തസ്ബീഹുൻ വ തഹ്മീദുൻ വ തക്ബീറുൻ വ തഹ്ലീലുൻ വ ഇസ്തിഗ്ഫാറുൻ 10 വട്ടം ഇതൊക്കെ ചൊല്ലൽ സുന്നത്താണ്. ഇത് അറാദൽ ഖിയാമ ഇല സ്വലാ, നിസ്കാരത്തിലേക്ക് നിൽക്കാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ. ലിമാ റവാ ഇബ്നു സുന്നി അൻ ഉമ്മി റാഫി, ബഹുമാനപ്പെട്ട ഇബ്നു സുന്നി ബഹുമാനപ്പെട്ട മഹദി ഉമ്മർ റാഫിഇനെ തൊട്ട് റിപ്പോർട്ട് ചെയ്ത ഹദീസ് ആണ് ഇതിന് ആധാരം. അന്നഹ ഖാലത്ത്, മഹദി പറയുകയാണ്, യാ റസൂലല്ലാഹ് ദുല്ലനി അല അമലിൻ, നബി തങ്ങളോട് ഉമ്മർ റാഫി ബീവി ചോദിക്കുക, അള്ളാഹുവിൻ്റെ ദൂതരെ, ദുല്ലനി അല അമലിൻ യഅ്ജുറുനില്ലാഹു അസ്സ വജല്ല അലൈഹി, അള്ളാഹു താല എനിക്ക് കൂലി തരുന്ന ഒരു അമല് എനിക്ക് അറിയിച്ചു തരുമോ, എനിക്ക് പറഞ്ഞു തരുമോ, പഠിപ്പിച്ചു തരുമോ? ഖാല യാ ഉമ്മർ റാഫി, റസൂലുള്ളാഹി പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഉമ്മർ റാഫി ഇദാ ഖുംതി ഇല സ്വലാത്തി, നിസ്കാരത്തിലേക്ക് നീ നിന്ന് കഴിഞ്ഞാൽ, നിസ്കാരം തുടങ്ങുന്നതിന് മുന്നേ, ഫസബ്ബിഹില്ലാഹ തആല 10, അള്ളാഹുവിനിക്ക് 10 വട്ടം തസ്ബീഹ് ചൊല്ലുക, വഹല്ലിലിഹി 10, 10 വട്ടം തഹ്ലീൽ ചൊല്ലുക, വഹ്മിദിഹി 10, നീ 10 വട്ടം ഹംദ് ചൊല്ലുക, വകബ്ബിരിഹി 10, 10 വട്ടം തക്ബീർ ചൊല്ലുക, വസ്തഗ്ഫിരിഹി 10, 10 വട്ടം ഇസ്തിഗ്ഫാർ ചൊല്ലുക. ഫഇന്നകി ഇദാ സബ്ബഹതി, നീ തസ്ബീഹ് ചൊല്ലുമ്പോൾ, ഖാല അല്ലാഹു തആല, അല്ലാഹു അതിന് മറുപടിയായിട്ട് പറയും, ഹാദാ ലീ, ഇതെനിക്കുള്ളതാണ്. വൈദാ ഹല്ലൽതി, നീ തഹ്ലീൽ ചൊല്ലുമ്പോൾ, ഖാല അല്ലാഹു തആല ഹാദാ ലീ, അല്ലാഹു പറയും ഇതെനിക്കുള്ളതാണ്. വൈദാ ഹമിദ്തി, ഖാല അല്ലാഹു തആല ഹാദാ ലീ, നീ ഹംദ് ചൊല്ലുമ്പോൾ അല്ലാഹു പറയും ഇതെനിക്കുള്ളതാണ്. വൈദാ കബ്ബർതി, ഖാല അല്ലാഹു തആല ഹാദാ ലീ, നീ തക്ബീർ ചൊല്ലുമ്പോഴും അല്ലാഹു പറയും ഇതെനിക്കുള്ളതാണ്. വൈദസ്തഗ്ഫർതി, നീ അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞ് തൗബ ചെയ്തു 10 പ്രാവശ്യം പറയുമ്പോൾ, ഖാല അല്ലാഹു തആല, അല്ലാഹു തആല പറയും ഖദ് ഫഅൽതു ദാലിക, ഞാൻ അത് ചെയ്തു തന്നു കഴിഞ്ഞു, ഞാൻ പുറത്തു തന്നു എന്ന അർത്ഥത്തിൽ അല്ലാഹു തആല പറയും. അല്ലാഹു തആല നമ്മുടെ ദോഷങ്ങളൊക്കെ പുറത്തു തരുമാറാകട്ടെ. ഇനി നിസ്കാരത്തിൻ്റെ കറാഹത്തുകളിലേക്കാണ് കിടക്കുന്നത്. നിസ്കാരത്തിൻ്റെ ഏതാനും കറാഹത്തുകൾ നമ്മൾ പറയുകയാണ്. വ മക്റൂഹാത്തുഹ, നിസ്കാരത്തിൻ്റെ കറാഹത്തുകൾ, തർക്കു കശ്ഫി യദൈഹി ഇൻദ തഹറുമിഹി വ സുജൂദിഹി, തക്ബീറത്തുൽ ഇഹ്റാമിൻ്റെ സമയത്തും സുജൂദിൻ്റെ സമയത്തൊക്കെ കൈ തുറന്നിടുകയാണ് വേണ്ടത്. അത് ഒഴിവാക്കുന്നത് കറാഹത്താണ്. കൈ മറച്ചുകൊണ്ട് സുജൂദ് ചെയ്യുന്നത്, മുട്ട് മറക്കണം. നെറ്റി തുറന്നിടൽ നിർബന്ധമാണ് സുജൂദിൻ്റെ സമയത്ത്. അതേസമയം കൈയും തുറന്നിടലാണ് സുന്നത്ത്, കൈ മറക്കൽ കറാഹത്താണ്. വൈൽസാഖു ഖദമൈഹി, അതുപോലെ തന്നെ 2 കാലുകൾ അടുപ്പിച്ച് വെക്കൽ, ചേർത്ത് വെച്ച് നിൽക്കുമ്പോൾ 2 കാലൊരു ചാണ അകലത്തിൽ നിൽക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ചേർത്ത് വെച്ച് നിൽക്കൽ കറാഹത്താണ്. തഖദീമു ഇഹ്ദാഹുമ, ഒരു കാല് മുന്നോട്ടും ഒരു കാല് പിന്നോട്ടും ആക്കിയിട്ട് വെക്കൽ, അങ്ങനെ ഓടാൻ പോകും പോലെ നിൽക്കൽ, ഒരു കാല് മുന്നോട്ട് കയറ്റി വെക്കൽ, അത് കറാഹത്താണ്. വഇതിമാദുൻ അലൈഹ, ഒറ്റക്കാലുമൽ ബലം കൊടുത്ത് നിൽക്കൽ, ഫിൽ ഖിയാമി, നൃത്തത്തിൽ ഒരു കാലുമൽ മാത്രം ഭാരം കൊടുത്ത് ഒരു കാല് പൊന്തിച്ച് വെക്കൽ, മറ്റേ കാലിൽ തീരെ ഭാരം കൊടുക്കാതിരിക്കൽ, ഒരു കാലുമൽ മാത്രം എല്ലാ ഭാരവും കൊടുക്കൽ, അങ്ങനെ കറാഹത്താണ്. വജഹ്റുൻ ബി മഹല്ലി ഇസ്റാറിൻ, ഇസ്റാറിൻ്റെ മഹലിൽ ജഹറാക്കൽ, സിറാക്കി പതുക്കെ ഓതേണ്ട സ്ഥലത്ത് ഉച്ചത്തിൽ ഓതൽ കറാഹത്താണ്. അക്സുഹു, ഉച്ചത്തിൽ ഓതേണ്ട സ്ഥലത്ത് പതുക്കെ ഓതലും കറാഹത്താണ്. അതൊക്കെ ഏതൊക്കെയാണ് സ്ഥലങ്ങളെന്നൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞു പോയിട്ടുണ്ട്. വഹഫ്ദു റഅ്സിൻ ഫി റുക്ഊഇൻ, റുക്ഊഇൽ തലയും മുതുകും പെരടിയും ഒക്കെ ഒറ്റ സമമായ രീതിയിൽ ഒറ്റ പലക പോലെ ആവണം എന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ സമമാക്കാതെ, മുതുകും പെരടിയൊന്നും സമമാക്കാതെ തല താഴ്ത്തിയിടുന്നത് കറാഹത്താണ്. തലയെ നേരെ നിൽക്കണം, ആ തല താഴ്ത്തിയിടുന്നത് കറാഹത്താണ്. പിന്നെ മുഖാലഫത്ത് തർത്തീബിൻ ദക്കർനാഹു ഫി വദ്ഇ അഅ്ളാഇ സുജൂദി, സുജൂദിൻ്റെ അവയവങ്ങൾ വെക്കാൻ പറഞ്ഞൊരു തർത്തീബുണ്ട്.
ആ തർത്തീബിന് എതിര് പ്രവർത്തിക്കൽ, ആ തർത്തീബ് ഒഴിവാക്കൽ, അതും കറാഹത്താണ്. ആദ്യം മുട്ടുകുത്തണം, പിന്നെ കൈ വെക്കണം, പിന്നെ നെറ്റിയും മൂക്കും ഒന്നിച്ച് വെക്കണം എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. വസ്തു ദിറാഇനി അലൽ അർളി, രണ്ട് മുഴങ്കൈയും ഭൂമിയുടെ മേൽ വിരിച്ചു വെക്കൽ എന്ന് പറഞ്ഞാൽ പിന്നെ സുജൂദിൻ്റെ സമയത്ത് കൈപ്പടയാണ് നിലത്ത് വെക്കേണ്ടത്. അതേസമയം മുട്ടുവരെ ഇങ്ങനെ നായ ഇരിക്കും പോലെ എന്താക്കൽ, കൈയിൻ്റെ മുഴങ്കൈ മുഴുവനായിട്ടും നിലത്ത് വെക്കുന്നത്, അത് കറാഹത്താണ്. തർക്കു വദഇൽ അംഫി, പിന്നെ തർക്കു വദഇൽ അംഫി, മൂക്ക് വെക്കുന്നത് ഒഴിവാക്കൽ കറാഹത്താണ്. ഫീഹി സുജൂദിൽ മൂക്ക് വെക്കണം, അത് സുന്നത്താണ്, അത് ഒഴിവാക്കുന്നത് കറാഹത്താണ്. തർക്കു റജുലിൻ മുജാഫാത്തം ഫീഹി വഫിർ റുക്കോയി, സുജൂദിലും റുക്കോയിലും പുരുഷനാണെങ്കിൽ അകത്തി വെക്കണം എന്ന് പറഞ്ഞു. കൈ രണ്ട് സൈഡിൽ നിന്ന് അകത്തി വെക്കണം. അതുപോലെ തന്നെ അവൻ്റെ വയറ് പള്ള തുടയിൽ നിന്ന് അകത്തി വെക്കണം എന്ന് പറഞ്ഞു. സ്ത്രീകൾ നേരെ ഓപ്പോസിറ്റ് നല്ല ഒതുക്കി വെക്കുകയാണ് വേണ്ടത്, പുരുഷൻ കുറച്ച് അകത്തി വെക്കുകയാണ് വേണ്ടത്. ഈ അകത്തി വെക്കൽ ഉപേക്ഷിക്കൽ അത് കറാഹത്താണ്. തർക്കു തഅവ്വുദിൻ, അഊദ് ഒഴിവാക്കൽ കറാഹത്താണ്. സൂറത്ത് ഒഴിവാക്കൽ കറാഹത്താണ്. തക്ബീർ ഇന്തിക്കാലിൻ്റെ തക്ബീർ ഒഴിവാക്കൽ, റുക്കൂയിലേക്ക് സുജൂദിലേക്കെല്ലാം പോകുമ്പോൾ വരുമ്പോൾ ഒക്കെയുള്ള തക്ബീർ അത് ഒഴിവാക്കൽ കറാഹത്താണ്. അഖല്ലു തസ്ബീഹ് റുക്കൂയിൽ കുറഞ്ഞത് 3 തസ്ബീഹ്, കുറഞ്ഞ തസ്ബീഹ് ചൊല്ലൽ കറാഹത്താണ്. ഒരു തസ്ബീഹിലും 2 തസ്ബീഹിലൊക്കെ ചുരുക്കുന്ന കറാഹത്ത്, 3 തസ്ബീഹ് ചൊല്ലണം. സുജൂദിലും കുറഞ്ഞ തസ്ബീഹ്. ദിക്ർ ഇഅ്തിദാലിൻ, അതുപോലെ തന്നെ ഇഅ്തിദാലിൻ്റെ ദിക്ർ ഒഴിവാക്കുന്നത് അത് കറാഹത്താണ്. പിന്നെ വജുലൂസിൻ, പിന്നെ ഇടയിലിരുത്തത്തിലെ ദിക്ർ ഒഴിവാക്കുന്നത് കറാഹത്താണ്. ബൈന സജദതൈനി, 2 സുജൂദിൻ്റെ ഇടയിലുള്ള ഇരുത്തം. തഅവ്വുദിൻ ബഅദ തശഹുദി അഖീറിൻ, അവസാനത്തെ അത്തഹിയാത്തിന് ശേഷം പിന്നെ ഒരു കാവൽ ചോദിക്കുന്ന ദുആ ഉണ്ടല്ലോ അവസാനത്തെ അത്തഹിയാത്തിൽ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബ്രി വ ഫിത്നതിഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബ്രി വ മിൻ അദാബിൻ നാരി വ മിൻ ഫിത്നതിൽ മഹ്യാ വൽ മമാതി വ മിൻ ഫിത്നതിൽ മസീഹ് ദജ്ജാൽ എന്നുള്ള ആ തഅവ്വുദ് അത് റസൂലുള്ളാഹി ഒഴിവാക്കലേ ഇല്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിന്റെ മുവാലബത്ത് പതിവായി ചെല്ലുന്നതാണ്. അതുകൊണ്ട് അത് ഒഴിവാക്കുന്നത് കറാഹത്താണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് സുന്നത്ത് നിസ്കാരമാണെങ്കിൽ പോലും അത് ചൊല്ലണം എന്നൊക്കെ നമ്മൾ മുമ്പ് വിശദീകരിച്ചതാണ്. വൈസ്റാഉൻ, സ്പീഡാക്കൽ, നിസ്കാരം സ്പീഡാക്കുന്നത് കറാഹത്താണ്. തഖ്സീസു ഇമാമിൻ നഫ്സഹു ബിദ്ദുആ, കുനൂത്തിലും മറ്റൊക്കെ ഇമാമ് സ്വന്തം നഫ്സിന് വേണ്ടി മാത്രം ദുആ ചെയ്യൽ, അല്ലാഹുമ്മ ഹ്ദിനി ഫീമൻ ഹദൈത്, അങ്ങനെ ഇഹ്ദിനാ എന്നല്ല ഇമാമ് പറയേണ്ടത്, അത് കറാഹത്താണ്. തഖല്ലുഫു മഅ്മൂമിൻ ജൽസത്തി ഇസ്തിറാഹത്തിൻ തറക്കഹൽ ഇമാം ഇസ്തിറാഹത്തിൻ്റെ ഇരുത്തം ഒഴിവാക്കിയാൽ മഅ്മൂമ് അത് ഇരിക്കാൻ വേണ്ടി പിന്തുന്നത് അത് കറാഹത്താണ്. വകഫു ശഅരിൻ ഔ സൗബിൻ, മുടി കെട്ടി വെക്കല്, വസ്ത്രം ചുരുട്ടി വെക്കല്, ഇതൊക്കെ കറാഹത്താണ്. വമസുഹു വജ്ഹിഹി മിൻ നഹ്വി ഗുബാരിൻ, മുഖത്ത് പൊടിയുണ്ടായാൽ അത് നിസ്കാരത്തിൽ വെച്ച് തടവി ഒഴിവാക്കൽ അത് കറാഹത്താണ്. അതേസമയം നെറ്റിയുടെ ഭാഗത്ത് സുജൂദ് ചെയ്യുന്ന ഭാഗത്തുണ്ടെങ്കിൽ അത് പിന്നെ സുജൂദിന് തടസ്സമാകുമെങ്കിൽ ഒരു മറയായി കൂട്ടുന്ന കോലത്തിലാണെങ്കിൽ അത് തടവേണ്ടതാണ്. അതേസമയം മുഖത്തുള്ള പൊടി പൊതുവിൽ എന്താണ് തടഞ്ഞൊഴിവാക്കുന്നത് അത് കറാഹത്താണ്. തർവീഹുൻ അലാ നഫ്സിഹി, സ്വന്തം നഫ്സിൻ്റെ മേലെ റാഹത്ത് എടുക്കുന്നത് കറാഹത്താണ്. നിസ്കാരത്തിൽ ഇടക്കിടക്ക് വിശ്രമിക്കുന്നത്, കുറേ സമയം ചെല്ലാണ്ടിരിക്കുക, അതും കറാഹത്താണ്. ബസ്ഖുൻ അമാമൻ വ യമീനൻ, മുന്നിലും വലതുഭാഗത്തും തുപ്പുന്നത് കറാഹത്താണ്. ആവശ്യമാണെങ്കിൽ ഇടതുഭാഗത്ത് തുപ്പാം, തുപ്പേണ്ടി വന്നാൽ ഇടതുഭാഗത്ത് കീശയിലൊക്കെ തുപ്പാറ്, അതിനല്ല കീശ ഇടതുഭാഗത്താക്കി. പിന്നെ വൈശാറത്തും മുഫിഹിമ, എന്താണ് മുഫിഹിമത്തായ ഇഷാറത്ത്, നിസ്കാരം ബാത്തിലാവില്ല, പക്ഷെ കറാഹത്താണ്. ആരോടെങ്കിലും എന്തെങ്കിലും അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോകാന്നെല്ലാം കൈ കൊണ്ട് ഇഷാറത്താക്കിയിട്ട് കണ്ണോണ്ടോ മൂക്കൊണ്ടോ ഇഷാറത്താക്കിയാൽ നിസ്കാരം ബാത്തിലാവില്ലല്ലോ. അങ്ങനെ അർത്ഥം ഗ്രഹിപ്പിക്കുന്ന രൂപത്തിലുള്ള ആംഗ്യം, അത് നിസ്കാരം ബാത്തിലാവാത്ത മൂന്നനക്കനങ്ങാത്ത കോലത്തിൽ ചെയ്യുന്നത്
പിന്നെ അത് കറാഹത്താണ്. അത് പിന്നെ ഒത്തിലൂടെ ആണെങ്കിലും ആംഗ്യത്തിലൂടെ ആണെങ്കിലും ഒക്കെ. തസാഉബുൻ, പിന്നെയോ പിന്നെ കോട്ടുവായിടുന്നത് അതും കറാഹത്താണ്. വഖ്തിസ്വാറുൻ, ഇഖ്തിസാർ എന്നല്ല ഉള്ളത്, ഊരക്ക് കൈവെക്കുന്നത് അതും കറാഹത്താണ്. വഅ്തിമാദുൻ അലൽ യദിൽ യുസ്ര, ഇടത് കൈയിൻ്റെ മേലെ ഭാരം കൊടുക്കുന്നത്, ഇടത് കൈയിൻ്റെ മേൽ താങ്ങ് കൊടുക്കുന്നത് കറാഹത്താണ്. ഫിൽ ജുലൂസി, ഇരിക്കുന്ന സമയത്ത് വലത് കൈ ആട വെച്ച് ഇടത് കൈ നിലത്ത് വെച്ചിട്ട് താങ്ങിയിരിക്കുക, കഴിയാത്ത ആളെ പോലെ അങ്ങനെ താങ്ങിയിരിക്കുന്നത് കറാഹത്താണ്. തഖ്ലീബുൽ യദൈനി ഇൻദ തസ്ലീമത്തൈനി, ഉദുറുണ്ടെങ്കിലും പറ്റുമായിരിക്കും. തഖ്ലീബുൽ യദൈനി ഇൻദ തസ്ലീമത്തൈനി, രണ്ട് സലാം വീട്ടുന്ന സമയത്തും രണ്ട് കൈയും എന്താക്കൽ, മറിച്ചിടൽ. ചിലയാൾക്കുള്ള സൂക്കട. അപ്പം കൈ എന്താണ് അങ്ങനെ തന്നെ പിന്നെ തുടമൽ വെക്കേണ്ട രൂപമല്ല, നമ്മൾ മുമ്പ് പറഞ്ഞല്ലോ. അത് സലാം വീട്ടുമ്പോൾ ഒന്ന് എന്താക്കല്, മറിച്ചിടൽ. അങ്ങനെ അങ്ങനെ ചെയ്യുന്നത് കറാഹത്താണ്. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.